സുലൈമാനിക്ക സോമ ഇതെന്താ അത് രാവിലെ? നമ്മുടെ ജോർജ് കുട്ടിയും കുടുംബത്തെ പോലീസ് പിടിച്ചോണ്ട് പോയി. രാവിലെ 5:30 മണിക്കുള്ള പ്രൈവറ്റ് ബസ്സിലാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ആ ബസ്സിന്റെ ടിക്കറ്റ് എന്താ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത്? ജോർജ് കുട്ടിയുടെ ഒരു സുഹൃത്തിന്റെ ബസ്സായിരുന്നു. അയാളെ ടിക്കറ്റ് എടുക്കാൻ സമ്മതിച്ചില്ല. എപ്പോഴാണ് നിങ്ങൾ ധ്യാന സ്ഥലത്തെത്തിയത്? ഏതാണ്ട് 8:30 മണി കഴിഞ്ഞു. ഞങ്ങള് ചെന്നപ്പോഴേക്ക് ധ്യാനം തുടങ്ങി കഴിഞ്ഞു. 8:30 കഴിഞ്ഞു കാണും. ഞങ്ങൾ എത്തിയപ്പോ ധ്യാനം തുടങ്ങിയിരുന്നു. നിങ്ങൾ എപ്പോഴാണ് ധ്യാന സ്ഥലത്തെത്തിയത്? എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ പറഞ്ഞാലും കുഴപ്പമാണ്. ഉദാഹരണത്തിന് സമയം. ഞാനും അമ്മയും കൃത്യമായ സമയം പറയും. പക്ഷെ കുട്ടികളായ നിങ്ങൾക്ക് സമയം അറിയണമെന്നില്ല. കൃത്യമായ സമയം അറിയില്ല. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ധ്യാനം തുടങ്ങിയിരുന്നു. മോള് ധ്യാനം നടക്കുന്ന സ്ഥലത്ത് ചെന്ന് എത്ര സമയം കഴിഞ്ഞിട്ടാ ധ്യാനം തുടങ്ങിയത്? പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷമേ ഉത്തരം പറയാവൂ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ധ്യാനം തുടങ്ങിയായിരുന്നു. പക്ഷേ മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞത് അവിടെ എത്തി 1/2 മണിക്കൂർ കഴിഞ്ഞാണ് ധ്യാനം തുടങ്ങിയതെന്നാണല്ലോ. പോലീസുകാര് അച്ഛൻ അങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പല കള്ളങ്ങളും പറയും. അതൊന്നും കേട്ട് നിങ്ങൾ പറഞ്ഞത് ഒരിക്കലും മാറ്റി പറയരുത്. ഇല്ല, ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പേ ധ്യാനം തുടങ്ങിയായിരുന്നു. അവരകത്തേക്ക് കൊണ്ടുപോയി കാണും. അവരെത്തി. എന്താ എന്താ സുലൈമാനെ പ്രശ്നം? കിട്ടുന്നില്ല. ഇവരാച്ചോട്ട് അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഞങ്ങൾക്കൊന്ന് അകത്തേക്ക് പോകണമല്ലോ. ഇപ്പൊ ആരെ അകത്തോട്ട് കയറ്റി വിടത്തില്ല. ജോർജ് കുട്ടിയുടെ അച്ഛനും അമ്മയത്. ഇവരാരാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കയറ്റി വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ മരുമോനെ പിടിച്ച് നിങ്ങൾ അകത്ത് വെച്ചിരിക്കുകയല്ലയോ? അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഏത് ഹോട്ടലിൽ? പേരോർക്കുന്നില്ല. എന്ത് ഭക്ഷണമാ കഴിച്ചത്? ബിരിയാണി. അച്ഛനും അമ്മയും ചേച്ചി എന്താ കഴിച്ചത്? അവരും ബിരിയാണി തന്നെയാ കഴിച്ചത്. എല്ലാവരും ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചതെന്നാ ചേച്ചി പറഞ്ഞത്. അത് ചേച്ചി മറന്നു പോയതായിരിക്കും. ഞങ്ങൾ ബിരിയാണി തന്നെയാ കഴിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഹലോ മിസ്റ്റർ സുരേഷ്, എന്നാര് പറഞ്ഞു? അതൊക്കെ വെറുതെ പറയുന്നതാ. നോ നോ നോ, ഐ എം ഇൻ എ മീറ്റിംഗ്. ഐ വിൽ ഗെറ്റ് ബാക്ക്. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് മകന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു ഫാമിലി അറസ്റ്റ് ചെയ്തിട്ട് ചോദ്യം ചെയ്യാണെന്ന് കേട്ടല്ലോ ഒന്ന്. ജസ്റ്റ് ലീവ് ഇറ്റ്. മിസ്റ്റർ സുരേഷ്, മാഡം, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? നമ്മൾ കരുതിയത് പോലല്ല മാഡം. ദേ ആർ വെരി ടഫ്. അവരുടെ മൊഴികൾ ഒന്നാണെന്ന് മാത്രമല്ല, അവരതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ആ ഇളയ കുട്ടി. സത്യം പറഞ്ഞാൽ ആ കുട്ടീനെ ഞെട്ടിച്ചു കളഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ആ കുട്ടി വരെ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു. ഇതിനകത്ത് എന്തോ ഒരു അസാധാരണത്വം ഇല്ലേ? എനിക്കത് ആദ്യം മുതലേ തോന്നിയിരുന്നു മാഡം. ഒരുപക്ഷെ അവര് പറയുന്ന മുഴുവൻ സത്യമാണെങ്കിലോ? തെറ്റുപറ്റിയത് ഇയാൾക്കാണെങ്കിൽ? നോ നോ, ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. They know something about Varun. പക്ഷെ ഗീത, അവര് പറയുന്നതൊക്കെ It's a cooked up story. സമർത്ഥമായി മെനഞ്ഞെടുത്തൊരു കഥ. But it won't sell here. മാഡം, അവര് പറയുന്ന മുഴുവൻ നുണയാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് സത്യം തെളിയിക്കാൻ നമുക്കൊരു നുണപരിശോധന നടത്തിയാലോ? തന്നെ ആരോടോ പോലീസുകാരനാക്കിയത്? ചുമ്മാ അങ്ങനെ വെറുതെ ഒന്ന് നടത്താവുന്ന പരിശോധന നല്ലത്. അതിന് കൃത്യമായിട്ട് കോർട്ട് ഓർഡർ വേണം. അങ്ങനെയാണെങ്കിൽ ഒരു കോർട്ട് ഓർഡർ വാങ്ങണം. സി പ്രഭ, പ്രതി നുണയാണ് പറയുന്നതെന്ന് കോടതിക്ക് കൃത്യമായ തെളിവുകൾ വേണം. ഇവിടെ തെളിവുകളെല്ലാം അവർക്ക് അനുകൂലമാണ്. അവരുടെ കള്ളക്കഥകൾ പൊളിക്കാൻ എന്റെ കയ്യിലൊരു വഴിയുണ്ട്. അവരുടെ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം ഇവിടെ എത്തണം. ഞാൻ പറയുന്ന സുരേഷിന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി മാഡം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഓഗസ്റ്റ് 2-ാം തീയതി ധ്യാനത്തിന് പോയത് കളവാണ് എങ്കിൽ അയാൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെയെങ്കിൽ അയാൾ ഓഫീസിൽ പോയിട്ടുണ്ടാവില്ലേ? തീർച്ചയായും. അതുപോലെ തന്നെ അയാൾ സ്ഥിരമായി പോകാറുള്ള മറ്റേതെങ്കിലും സ്ഥലമുണ്ടോ? ഉണ്ട് മാഡം. നമ്മുടെ പോലീസ് സ്റ്റേഷനടുത്തൊരു ഹോട്ടലുണ്ട്. അയാൾ അവിടെ സ്ഥിരം വരാറുണ്ട്. വെരി ഗുഡ്. ഓഫീസ് സ്റ്റാഫിനെയും ഹോട്ടലുകാരനെയും ഉടൻ തന്നെ ഇവിടെ എത്തിക്കണം. യെസ് മാഡം. ആൻഡ് വൺ മോർ തിങ്,
അവരുടെ കഥകൾ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി വേണം അവരിവിടെ നിന്ന് പോവാൻ. യു ഗെറ്റ് മീ? യെസ് മാഡം. സത്യം പറഞ്ഞ പേടിച്ചരണ്ട ഞാൻ പോലീസുകാരുടെ മുമ്പിലിരുന്നത്. എന്തായാലും ദൈവം കാത്തു, എല്ലാം അവസാനിച്ചല്ലോ. റാണി, ഒന്നും അവസാനിച്ചിട്ടില്ല. അവരിനിയും വരും.